അടുത്തിടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എന്റെ ഒരു ജേർണലിസ്റ്റ് സുഹൃത്തിനോട് സംസാരിക്കുന്നതിനിടയിൽ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു. കൊല്ലം ജില്ലയിൽ ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നമാണെങ്കിൽ പോലും അതിന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള റീച്ച് ലഭിക്കാറുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. കാര്യം എന്താണെന്ന് ഞാൻ വിശദമായി തിരക്കിയപ്പോഴാണ് അവൻ ആ രഹസ്യം എന്നോട് വെളിപ്പെടുത്തിയത്. മറ്റ് ജില്ലകളിലെ ചെറിയ പ്രാദേശിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ലത്രേ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ കൊല്ലത്തെ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ അതിലെ ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളെ പോലും അതീവ പ്രാധാന്യത്തോടെ ഹൈലൈറ്റ് ചെയ്ത് വാർത്തയാക്കും. കാരണം അങ്ങനെ ചെയ്താൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യൂസും റീച്ചും കൂടുതൽ കിട്ടുമെന്നാണ് അവൻ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്ത വാർത്തകൾ കണ്ടപ്പോൾ അവൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കും തോന്നി. മദ്യലഹരിയിലോ മാനസിക ബുദ്ധിമുട്ട് കൊണ്ടോ പ്രശ്നം നേരിടുന്ന ഒരു യുവാവ് ഒരു മന്തിക്കട അടിച്ചു തകർത്തു എന്ന വാർത്ത റിപ്പോർട്ട് വന്നപ്പോൾ മന്തിയുടെ അളവ് കുറഞ്ഞു പോയതിന്റെ പേരിൽ കട തല്ലി തകർത്തു എന്ന രീതിയിലായിരുന്നു. രണ്ടാമത്തെ സംഭവം ഒരു കല്യാണ വീട്ടിലുണ്ടായ സാധാരണ അടിപിടിയെ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് ഐസ്ക്രീം കൊടുക്കാത്തതിന്റെ പേരിൽ ഉണ്ടായ വലിയ തർക്കം എന്ന രീതിയിലുമായിരുന്നു. എന്തുകൊണ്ടാണ് കൊല്ലം ജില്ലയെയും അവിടുത്തെ ജനങ്ങളെയും മാത്രം ലക്ഷ്യം വെച്ച് ഇത്തരം സൈബർ അറ്റാക്കുകളും വാർത്തകളും തുടർച്ചയായി നടക്കുന്നത്? ശരിക്കും മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി കൊല്ലത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ ഇതൊരു അൽഗോരിതം ട്രാപ്പാണോ? ഒരു വാർത്തയ്ക്ക് എങ്ങനെ കൂടുതൽ റീച്ച് ലഭിക്കുമെന്നത് സോഷ്യൽ മീഡിയയിൽ അൽഗോരിതങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. കൊല്ലം എന്ന വാക്കും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള എൻഗേജ്മെന്റ് ഉണ്ടാക്കുന്ന കീവേഡ്സ് ആണ്. ട്രോൾ പേജുകളും ഡിജിറ്റൽ മാധ്യമങ്ങളും ഈ സൈക്കോളജി കൃത്യമായി മനസ്സിലാക്കി തങ്ങളുടെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടി ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് തുടർച്ചയായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു നാടിന്റെ യഥാർത്ഥ ചിത്രം മറച്ചുവെക്കപ്പെടുകയും വ്യൂസിന് വേണ്ടിയുള്ള ഒരു ഡിജിറ്റൽ ബ്രാൻഡിംഗ് അവിടെ നിർമ്മിക്കപ്പെടുകയുമാണ് ഇതുവഴി നടക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ഈ പ്രചരണങ്ങൾ സത്യമാണോ എന്നറിയാൻ കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കുകൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. 2024 ജനുവരി 1 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള പോലീസ് FIR കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ്. കൊല്ലം സിറ്റിയും റൂറലും ചേർത്തുള്ള ആകെ കണക്കെടുത്താൽ ജില്ല 3-ാം സ്ഥാനത്താണ്. എന്നാൽ പോലീസ് യൂണിറ്റുകൾ തിരിച്ചു നോക്കുമ്പോൾ കൊല്ലം റൂറൽ 9-ാം സ്ഥാനത്തും കൊല്ലം സിറ്റി 11-ാം സ്ഥാനത്തുമാണ് വരുന്നത്. കൊച്ചിയിലോ തിരുവനന്തപുരത്തോ നടക്കുന്ന ഒരു ട്രാഫിക് തർക്കം വെറും ഒരു വാർത്തയായി മാറുമ്പോൾ കൊല്ലത്തെ ഒരു ചെറിയ തർക്കം ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ട്രോളായി മാറുന്നു എന്നതാണ് സത്യം. മീം എക്കോസിസ്റ്റം എന്ന പുതിയ വ്യവസായത്തിന്റെ സ്ഥിരം പഞ്ച് ലൈനാണ് കൊല്ലം. ട്രോൾ കമ്മ്യൂണിറ്റികൾക്ക് കൊല്ലത്തെക്കുറിച്ച് മാത്രം പ്രത്യേക ടെംപ്ലേറ്റുകൾ തന്നെ ഉണ്ട്. ഒരു പുതിയ സംഭവം നടന്നില്ലെങ്കിൽ പോലും പഴയ വീഡിയോസ് കുത്തിപ്പൊക്കി പുതിയതെന്ന പേരിൽ പ്രചരിപ്പിക്കാനും ഇവർ റെഡി. ഡാർക്ക് ഹ്യൂമർ ഗ്രൂപ്പുകളിൽ തുടങ്ങി മെയിൻ സ്ട്രീം മീം പേജുകളിൽ വരെ ഇതൊരു വലിയ ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഈ മുൻവിധി പൂർണ്ണമായും സ്ഥാപിക്കപ്പെടാൻ കൊല്ലത്തുനിന്ന് തന്നെയുള്ള സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സും ഫാൻ ഫൈറ്റ് ക്ലബ്ബുകൾ പോലെയുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു സമയം വരെ കൊല്ലത്തുള്ളവരെല്ലാം പിശുക്കരാണ് എന്ന രീതിയിലുള്ള പ്രചരണം നടന്നിരുന്നു. കൊല്ലം ഫ്യൂറി എന്ന ലേബലിലാണ് കൊല്ലത്ത് നിന്നുള്ളവരെ അഭിസംബോധന ചെയ്യുന്നത് പോലും. കൊല്ലം മാത്രമല്ല എല്ലാ ജില്ലകൾക്കും ഓരോ രീതിയിലുള്ള പേരുകളും പ്രചാരത്തിലുണ്ട്. ഈ പ്രചരണങ്ങളുടെ എല്ലാം ഗ്രൗണ്ട് ലെവൽ പ്രശ്നം അനുഭവിക്കുന്ന ഒരു കൂട്ടർ ശരിക്കും കൊല്ലത്ത് നിന്ന് പുറത്ത് ജോലിക്കായി പഠിക്കാനുമൊക്കെ പോകുന്നവരാണ്. ഈ കാര്യങ്ങൾ കൊണ്ട് അവർ ബുള്ളി ചെയ്യപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കൂടിക്കൂടി വരുന്ന വലിയ തരത്തിലുള്ള പ്രാദേശികവാദവും ഈ ജില്ല തിരിഞ്ഞുള്ള അടിക്ക് കാരണമാണ്. കൊല്ലത്ത് നിന്നുള്ള വാർത്തകളാണെങ്കിൽ മറ്റു ജില്ലകളിലെ ആളുകൾ കളിയാക്കുന്ന പോലെ മറ്റു ജില്ലകളിലെ സംഭവങ്ങളിൽ കൊല്ലം ജില്ലയിലുള്ളവരും പെരുമാറുന്നത് വ്യത്യസ്തമായിട്ടല്ല. പ്രശ്നങ്ങൾ എപ്പോഴും എല്ലായിടത്തും ചെറിയ രീതിയിൽ തന്നെയാണ് തുടങ്ങുന്നത്. ഉദാഹരണത്തിന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. കൊല്ലത്തായിരുന്നു ഇന്ന് മഹാഭാരത യുദ്ധം നടന്നതെങ്കിൽ ചീട്ട് കളിക്കിടെ കൂട്ടത്തല്ല്, സഹോദരങ്ങൾ അടിച്ചു പിരിഞ്ഞു എന്നാകുമായിരുന്നില്ലേ ഹെഡിങ്. അത്രയുള്ളൂ. വാഴ സിനിമയുടെ ക്ലൈമാക്സിൽ ഈ ഒരു സംഭവം കാണിച്ചത് രസകരമായിട്ടായിരുന്നു. രണ്ട് ഗ്രൂപ്പും അടികൂടിയത് മുൻ വൈരാഗ്യം കാരണമാണെങ്കിലും അത് കാഴ്ചക്കാർക്ക് തോന്നിയത് പപ്പടത്തിന്റെ പേരിലുള്ള അടി എന്ന രീതിയിലാണ്. കൊല്ലത്ത് പപ്പടം കിട്ടാത്തതിന്റെ പേരിൽ ചെക്കൻ വീട്ടുകാർ പെൺവീട്ടുകാരെ തല്ലി എന്ന സെൻസേഷണൽ വാർത്തകൾക്ക് പുറകിലെ സത്യാവസ്ഥ പലപ്പോഴും ഇങ്ങനെയൊക്കെയായിരിക്കാം. അപ്പൊ ഇവിടെ വസ്തുതകൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ നമ്മളാണ് തയ്യാറാകേണ്ടത്. ഡിജിറ്റൽ ലോകത്തെ അൽഗോരിതങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും എന്ത് വിശ്വസിക്കണം, എന്ത് തള്ളിക്കളയണമെന്ന് തീരുമാനിക്കാനുള്ള വിവേകം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അപ്പൊ എന്താണ് ഇങ്ങനെ ജില്ല തിരിച്ചുകൊണ്ടുള്ള സ്റ്റീരിയോ ടൈപ്പിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.